ഹായ് ഫ്രണ്ട്സ്, കാക്കനാട് ഇൻഫോ പാർക്ക് ഏരിയയിൽ മെട്രോയുടെ ഫേസ് 2 വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിത് എടുക്കുന്നതിൻ്റെ ഡേറ്റ് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇത് പാലവട്ടം ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് നമ്മുടെ പാടിവട്ടം ജംഗ്ഷനിൽ ആ കപ്പളേനോട് ചേർന്നിട്ടുള്ള ഒരു പോർഷനാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് ആ വിഷ്വലിൽ കാണിച്ചത്. അപ്പോൾ ഇവിടെ കണ്ട ഒരു ഗാർഡ് കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. എന്ത് വലിപ്പമാണെന്ന് നോക്കിയാൽ വലിപ്പമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാലും അത് ഞാനിത് എടുക്കുന്നത് വൈകിട്ട് 7 മണി ടൈമിലാണ്. ഡേറ്റ് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ശേഷം 1 മണിക്ക് ശേഷം എടുത്ത വിഷ്വലും കൂടി ഞാൻ കാണിച്ചു തരാം. പാലവട്ട സൈഡിൽ ഒരു ഗാർഡ് ഫിറ്റ് ചെയ്തെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങോട്ട് പോയില്ലായിരുന്നു. ഇത് നോക്കിയാൽ വണ്ടിയുടെ വലിപ്പം, അല്ലെങ്കിൽ അത് ഗാർഡ് കൊണ്ടുവന്നേക്കണതിൻ്റെ വലിപ്പം നോക്കി അതിൻ്റെ ടയറിൻ്റെ എണ്ണമൊക്കെ ഒന്ന് അറിയേണ്ടത് തന്നെയാണ് കേട്ടോ. നല്ല വലിപ്പമാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ പറയാം. അപ്പോൾ വെളുപ്പിന് 1 മണിക്ക് ശേഷം നമ്മുടെ വാഴക്കാല ഗോൾഡ് ടവറിൻ്റെ മുന്നിൽ നടക്കുന്ന പ്രവർത്തനമാണ് ഈ കാണിക്കുന്നത്, ആ ഡേറ്റിൽ തന്നെ. അപ്പോൾ ഇതിൻ്റെ ഇടയിലെന്ന് വെച്ചാൽ ഇപ്പുറത്ത് ട്രാഫിക് വാർഡന്മാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ നമ്മുടെയൊക്കെ അമ്മമാരാണെങ്കിലും ഇപ്പോൾ എന്താ പറയുക, അവർക്ക് ജീവിക്കാൻ വേറെ വഴിയില്ലെങ്കിൽ ഇതേപോലെ ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തിറങ്ങി വർക്ക് ചെയ്യേണ്ടി വരും. പെങ്ങന്മാരാണെങ്കിലും അപ്പോൾ പല വഴികളും റോഡ് ക്ലോസ്ഡാണ്. അപ്പോൾ അവരോടൊക്കെ നെഗറ്റീവായിട്ട് സംസാരിക്കണവരെ ഞാൻ കണ്ട്. അപ്പോൾ ആരെയും കുറ്റപ്പെടുത്താനല്ല, ചിന്തിക്കുക. നമ്മൾ ചോദിക്കേണ്ടത് നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള അല്ലെങ്കിൽ കൗൺസിലർമാരോടും അല്ലെങ്കിൽ ജനനായകന്മാരോടാണ്. അവർക്കറിയാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഇവർക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഇവരൊരു ജോലി മാത്രമാണത്. പിന്നെ അതൊക്കെ പോട്ടെ, അത് ആ ഒരു വഴിക്ക് വിടുക. പിന്നെ ഈ ഗാർഡ് കൊണ്ടുവന്നാണ് ഈ വണ്ടിയുടെ ടയറിൻ്റെ എണ്ണം നോക്കി. എൻ്റെ പൊന്നോ, ഈ ബാക്ക് സൈഡിൽ മാത്രം 48 ടയർ. ഇനി നമ്പറും ഉണ്ട്. നമ്പറാണ് കൊടുത്തത് H04. അതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഇത് ഫ്രണ്ട് പോർഷൻ അല്ലെങ്കിൽ ബാക്ക് പോർഷൻ. ഫ്രണ്ട് പോയിക്കുന്നില്ല, എന്നാലും ഒരു ഏരിയയിൽ മാത്രം 48 ടയർ. അപ്പോൾ അപ്പുറത്തെ സൈഡും കൂടി വരുമ്പോൾ 96 ടയറായി. പിന്നെ ഇത് ഫ്രണ്ടിലും ബാക്കിലും വണ്ടി വെച്ച് മാനേജ് ചെയ്യാൻ പറ്റും. അതിനാണെന്ന് കാണിച്ചിട്ടുണ്ട്. ആ വണ്ടി വെച്ച് മാനേജ് ചെയ്യണം. അതിൻ്റെ ടയറൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല, അല്ലാണ്ട് മാത്രം 96 ടയർ ഇതിന് വന്നിട്ടുണ്ട്. അപ്പോൾ വെളുപ്പിന് 1 മണിക്ക് ശേഷം അല്ലെങ്കിൽ 1:15 ടൈമിൽ ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. ആ പോസ്റ്റിൻ്റെ പറ്റേ വരെ വന്നിട്ടാണ്. അപ്പോൾ ഈ രാത്രി ഇതൊക്കെ തരണം ചെയ്താണ് മറ്റേ പ്രവർത്തനങ്ങൾ നടക്കണമെന്ന് ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് നെഗറ്റീവായിട്ട് പറഞ്ഞല്ല. അപ്പോൾ ഇത് അതിൻ്റെ ഇടയിൽ ഞാൻ പോയി എടുത്ത കുറച്ച് വിഷ്വൽസാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. നമ്മുടെ വാഴക്കാട് ഗോൾഡ് ടവറിൻ്റെ ഈ ഒരു വണ്ടി വെച്ചിട്ടാണ് അത് മാനേജ് ചെയ്യണം. വണ്ടിയുടെ ടയർ ഞാൻ കൂട്ടിയിട്ടില്ല, അല്ലാണ്ടാണ് ഫ്രണ്ടും ബാക്കും അല്ലെങ്കിൽ അപ്പുറപ്പുറമായിട്ട് 96 ടയറെന്ന് ഞാൻ പറയാം. എന്തായാലും ഈ കാക്കനാട് മെട്രോ സ്റ്റേഷൻ്റെ അല്ലെങ്കിൽ മെട്രോ റെയിലിൻ്റെ ഫേസ് 2 ഗാർഡുകൾ സെറ്റ് ചെയ്ത് തുടങ്ങി. വളരെ സന്തോഷം. എത്രയും പെട്ടെന്ന് പണികൾ തീരട്ടെ. വഴിയിലാണെങ്കിൽ ഭയങ്കര ദുരിതമാണ്, വണ്ടിയൊക്കെ പോകാനും പറ്റും. എന്തായാലും അത് കഴിഞ്ഞിട്ട് നമുക്ക് മെട്രോയിലൊക്കെ കയറി പോകണ്ടല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ അതുവരേക്കും കുറച്ച് ദുരിതമൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. എല്ലാം വരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ചിലതൊക്കെ മുൻകൂട്ടി അറിയിക്കാൻ പറ്റില്ലെന്നൊക്കെ വരും. അപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കും ഇപ്പോൾ വഴിയിൽ ഗാർഡന്മാരായിട്ടും അല്ലെങ്കിൽ ട്രാഫിക് വാർഡന്മാരായിട്ടൊക്കെ ഉള്ള പ്രശ്നങ്ങൾ കണ്ടത്. ആരെയും കുറ്റപ്പെടുത്തിയല്ല, ചിലതറിയാൻ പറ്റില്ല. പിന്നെ രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ അസോസിയേഷനൊക്കെ വഴി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുമ്പോൾ മുൻകൂട്ടി അറിയിക്കാൻ പറ്റുമെങ്കിൽ സന്തോഷം. എപ്പോഴും സാധിക്കണമെന്നില്ല. എന്തായാലും നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ ആണെങ്കിൽ ഫോളോ ചെയ്തേക്കുക. ഇതുപോലുള്ള കാഴ്ചകളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. പുതിയ അപ്ഡേഷൻസായിട്ട് നമ്മുടെ മെട്രോയുടെ പുതിയ അപ്ഡേഷൻസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം. താങ്ക് യു, ബൈ.